പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. നന്മയുടെ ഉറവിടമാകുന്ന, നന്മയുടെ പൂർണ്ണതയാകുന്ന നമ്മുടെ ദൈവം നമ്മളിലേക്ക് അന്നും ഇന്നും എന്നും നന്മ ചെയ്യുന്നവനാണ്. കാരണം ദൈവത്തിൽ നന്മ മാത്രമേ ഉള്ളൂ, ദൈവത്തിൽ തിന്മയില്ല. അപ്പം ദൈവത്തെ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി സ്വീകരിക്കുന്നത് ദൈവത്തിൻ്റെ നന്മ കൂടെയാണ്. അത് നാം ഓരോരുത്തരും ഒന്ന് തിരിച്ചറിയണമേ. മാമോദീസ സ്വീകരിച്ചപ്പോൾ ദൈവം ഒരു വ്യക്തിയിൽ വന്ന് വാസമുറപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ ദൈവത്തിലുള്ള സകല നന്മയും നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതൊന്ന് അനുഭവിക്കുവാനോ മനസ്സിലാക്കുവാനോ നമുക്ക് പറ്റിയിട്ടില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കുറവ്. വിശുദ്ധ ഗ്രന്ഥം പഠിച്ചു കഴിഞ്ഞാൽ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളും നമ്മൾ ധ്യാനിച്ചാൽ നമുക്കിത് കാണാൻ സാധിക്കും. ഈ പറയപ്പെട്ട ഈ പാപിയായിരുന്ന സക്കേവൂസിനെ എല്ലാവരും പാപിയായിട്ട് കണ്ടു. അവനൊരു പാപിയാണ്, കാരണം പുള്ളിയുടെ പണി പിടിച്ചുപറിയാണ്, ചുങ്കക്കാരനാണ്. പാവപ്പെട്ട ജനങ്ങളുടെയൊക്കെ വീട്ടിൽ വന്ന് അവരെ അന്യായമായിട്ട് പിഴിഞ്ഞ് അവൻ പണം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു പാപിയായിട്ടാണ് മനുഷ്യൻ അവനെ കണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ളവർ ഇഷ്ടം പോലെയുണ്ട്. ഇഷ്ടം പോലെയുള്ള ബ്ലേഡുകാരുണ്ട്, ബ്ലേഡ് കമ്പനിക്കാരുണ്ട്. പണമൊക്കെ പലിശയ്ക്കൊക്കെ കൊടുത്തതിന് ശേഷം ബ്ലേഡ് പരിപാടി നടത്തിക്കൊണ്ട് അനേകം വ്യക്തികളെ കൊള്ള ചെയ്യുന്ന കൊള്ളക്കാർ ഇന്നുണ്ട്. പരസ്യമായിട്ട് ചൂഷണം ചെയ്യുന്ന ചൂഷകരുണ്ട്. ടാക്സ് വർദ്ധിപ്പിച്ച് സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്നുള്ള അടിച്ചു മാറ്റിക്കൊണ്ട് കുറേ പേര് സുഖസുന്ദരമായി ജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന സുഖിമാന്മാരായിട്ടുള്ള ആൾക്കാർ ഉള്ള നാട്ടിലാണ് നമ്മൾ വസിക്കുന്നത്. പാവപ്പെട്ടവർക്ക് എന്തു പ്രവർത്തിച്ചാലും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ് പ്രിയ സഹോദരങ്ങളെ. പരസ്യമായ കൊള്ള ചെയ്യുന്ന ഒരു രാജ്യത്ത് തന്നെയാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നതെന്ന കാര്യം മനസ്സിലാക്കണമേ. ഓരോരുത്തർക്കും ചെയ്യാവുന്ന തരത്തിലുള്ള കൊള്ളകളൊക്കെ ചെയ്യുന്നുണ്ട്. കള്ളനും കവർച്ചക്കാരനും പിടിച്ചുപറിക്കാരനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് 1 കൊരിന്ത്യസ് 6-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള തിരുവചനത്തിൽ രേഖപ്പെടുത്തുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കള്ളത്തരവും വെട്ടിപ്പും തട്ടിപ്പും കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന പിടിച്ചുപറികാരായിട്ടുള്ള വ്യക്തികളുണ്ട്. സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ പിടിച്ചുപറികാരായിട്ടുള്ള വ്യക്തികളുണ്ട്. ഇത്ര രൂപ വെച്ച് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിരിയുന്നവരുണ്ട്. അല്ലെങ്കിൽ അവൻ്റെ പേരിൽ പലതരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള കൊള്ളക്കാരുടെ ഇടയിൽ വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ആ കൊള്ളക്കാർ നമ്മളെ കൊള്ള ചെയ്യുമ്പോഴും ആ കൊള്ളക്കാരൻ്റെ ജീവിതത്തിലേക്കും കർത്താവ് നന്മ ചെയ്യുന്നുണ്ട്. ഈ പറയപ്പെട്ട പിടിച്ചുപറികാരുടെ ജീവിതത്തിലേക്കും കർത്താവ് നന്മ ചെയ്യുന്നുണ്ട്. ഇവിടെ സമൂഹം കണ്ടിരുന്നത് എങ്ങനെയാണ്? സമൂഹം സക്കേവൂസിനെ ഒരു പാപിയായിട്ട് കണ്ടു. എന്നാൽ ദൈവം അവനിലേക്ക് നോക്കുമ്പോൾ, ആ ദൈവത്തെ അവൻ കണ്ടുമുട്ടിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു പങ്കുവയ്ക്കുന്ന ഒരവസ്ഥ കർത്താവ് കണ്ടു. അവനിലുള്ള ഒരു നന്മ. അവൻ നാട്ടുകാരുടെ പിടിച്ചു ഒരിക്കൽ കൂട്ടി എന്നുള്ളത് ശരിയാ. ഇതാ പിന്നീടായി കഴിഞ്ഞപ്പോൾ അവൻ മൊത്തം പങ്കുവയ്ക്കുകയാണ്. മറ്റുള്ളവരുടെ പിടിച്ചു പറിച്ചെടുത്തത് മുഴുവനും ഇരട്ടിയായിട്ട് കൊടുക്കുവാൻ തീരുമാനമെടുക്കുന്ന ഒരു സക്കേവൂസിലുള്ള നന്മ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കാണുന്ന സഹോദരങ്ങളെ. കാണണമെങ്കിൽ, ആ സക്കേവൂസിലുള്ള നന്മ കാണണമെങ്കിൽ കർത്താവ് നന്മയുടെ ഉറവിടമാണ്, നന്മയുടെ പൂർണ്ണതയാണ്. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ കൂട്ടായ്മയിലാകാം, നമ്മുടെ ദേശത്താകാം, നമ്മുടെ സഭയിലാകാം പലതരത്തിലുള്ള കൊള്ളക്കാരുണ്ട്. നമ്മുടെ ദേശത്തുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. പലതരത്തിലും നമ്മളെ മനുഷ്യരെ കൊള്ള ചെയ്യുന്ന കൊള്ളക്കാരായിട്ടുണ്ട്. നമ്മൾ അവരെ അന്നും ഇന്നും കൊള്ളക്കാരായിട്ട് കാണുന്നു. കാരണം എന്താണെന്നറിയാമോ? നമ്മളെ കൊള്ളയടിക്കപ്പെട്ടു. നമ്മുടെയൊക്കെ പലതരത്തിലുള്ള ടാക്സുകളൊക്കെ ആയിട്ട് ചുമത്ത് മേടിച്ചെടുക്കുന്നു. അതിൻ്റെ പേരിലുള്ള ഹൃദയവേദനയുടെ പരിണിതഫലമായിട്ട് ഈ പറയപ്പെട്ട വ്യക്തികളെയൊക്കെ ശരിക്കും ഈ സക്കേവൂസിനെ കാണുന്നത് പോലെ ഇന്ന്
പല നേതാക്കന്മാരെയും കാണുന്നു മനുഷ്യർ. പല നേതാക്കന്മാരെയും മനുഷ്യർ കാണുന്നത് അങ്ങനെയാണ്. ഈ സക്കേവൂസിനെ ആ നാട്ടിലുള്ള ആൾക്കാർ കണ്ടതുപോലെയാണ് ഇന്നത്തെ ഭരണാധിപന്മാരെയും ഇന്നത്തെ പലതരത്തിലുള്ള ചക്രവർത്തിമാരെയും ഒക്കെ കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ഭരണാധിപന്മാരായിട്ട് നിൽക്കുന്ന വ്യക്തികളെ സമൂഹം കാണുന്നത് ഈ സക്കേവൂസിനെ കണ്ടതുപോലെ തന്നെയാണ് സമൂഹം കാണുന്നത്. ഈ പറയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം നന്മയുള്ളവരാണെന്നും പറഞ്ഞുകൊണ്ടൊന്നും സമൂഹം കാണുന്നില്ല. ഈ രാഷ്ട്രീയ പാർട്ടികൾക്കോ അതല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന ഈ നേതാക്കന്മാരുടെ പിന്നിൽ നിന്ന് ഓശാന പാടുന്ന കുറേ പാണന്മാർ മാത്രമേ അവർ നല്ലവരാണെന്ന് പറയുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അവർ കൊള്ളക്കാരാണെന്ന് പറയുന്നവരാ. ഞാനിത് പറഞ്ഞത് നമ്മുടെ സമൂഹത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ മാത്രമല്ല, സമുദായവുമായിട്ട് ബന്ധപ്പെട്ടും കൂടെ കൂടി ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നില്ല. ഞാനായിരിക്കുന്ന സാഹചര്യം, ഞാനായിരിക്കുന്ന ചിലപ്പോൾ ഒരു കൂട്ടായ്മയാകാം, ഞാനായിരിക്കുന്ന എൻ്റെ ഒരു ഭവനമാകാം, ഞാനായിരിക്കുന്ന സാഹചര്യത്തിൽ ഞാനൊരു കൊള്ളക്കാരനായി മാറിയിട്ടുണ്ടോ എങ്കിൽ ആ കൊള്ളക്കാരനിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ചെറിയ നന്മയുണ്ടെങ്കിൽ ആ നന്മ കാണുവാൻ നന്മയുടെ ദാതാവായ ദൈവത്തിന് സാധിക്കും. ഇവിടെ സക്കേവൂസിൻ്റെ ജീവിതത്തിലും കർത്താവ് കണ്ടത് അവനിലുള്ള നന്മ, അവൻ പങ്കുവയ്ക്കുവാനായിട്ടുള്ള സാധുക്കളെ അവൻ സഹായിക്കുന്നു. ഇനി അതും മാത്രമല്ല, മറ്റുള്ളവരുടെ പിടിച്ചെടുത്ത് തിരിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സേ. ഇന്ന് നമ്മുടെ നാട്ടിൽ മറ്റുള്ളവരുടെ പിഴിഞ്ഞ് നാരങ്ങ പിഴിയുന്ന പോലെ പിഴിഞ്ഞ് മേടിച്ചത് തിരിച്ചു കൊടുക്കാനോ അവർക്കൊരു നന്മ ചെയ്യാനായിട്ടുള്ള മനസ്സില്ലാത്ത കാലഘട്ടത്തിലാണ് പ്രിയ സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ തിരിച്ചു കൊടുക്കുവാനായിട്ടുള്ള മനസ്സ് വരെ കാണിച്ചു. അവന് അത്രയും ഒരു നന്മയുണ്ടായിരുന്നു സക്കേവൂസിൽ. എന്നാൽ നമുക്ക് ആ നന്മയുണ്ടോ? നമ്മൾ മറ്റുള്ളവരുടെ അവകാശങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ സക്കേവൂസിനെ പോലെ ഒന്നും മറ്റുള്ളവർക്കൊന്നും മടക്കി കൊടുക്കുവാനായിട്ടുള്ളൊരു മനസ്സുണ്ടാവുക എന്നതാണ് ആദ്യത്തെ നമ്മുടെ ആവശ്യം. അപ്പോൾ കർത്താവിന് നമ്മളിലുള്ള നന്മ കാണുവാനും ആ നന്മയെ പ്രഘോഷിക്കുവാനും കർത്താവിന് സാധിക്കും. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് കർത്താവേ നന്ദി പറയുന്നു. സക്കേവൂസിൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് നന്മ ചൊരിഞ്ഞതുപോലെ ഇന്നും സക്കേവൂസിനെ പറ്റി ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടുന്നത് പോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, പങ്കുവെച്ചു കൊടുക്കുവാൻ അതിനുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.